ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ കയ്പില്ലാതെ എങ്ങനെ പാവക്ക നല്ല ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്യാമെന്നുള്ളതാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണിത്. പിന്നെ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു പുളിങ്കറി ഉണ്ടെങ്കിൽ ഈ ഒരു പാവക്ക ഫ്രൈ നല്ല കോമ്പിനേഷനാണ്. ചോറ് കഴിച്ചതേ അറിയില്ല, അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പാവക്ക ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഒരു പാവക്ക അല്ലെങ്കിൽ കയ്പ എന്നൊക്കെ പറയും, അങ്ങനെ ഒരു പാവക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കയ്പയാണിത്. ഇത് കത്തി വെച്ചിട്ട് ഇതുപോലെ നടുഭാഗത്ത് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ലൈസർ വെച്ചിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി കത്തി വെച്ചിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. എളുപ്പത്തിന് ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. പിന്നെ കത്തി വെച്ചിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കനം കുറച്ച് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. എങ്കിലേ നല്ല ടേസ്റ്റും കയ്പില്ലാതൊക്കെ നമുക്ക് കയ്പ കിട്ടുകയും ചെയ്യുള്ളൂ. അപ്പോൾ കയ്പ കനം കുറച്ച് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് നെടുകെ കീറിയിട്ട് 4 കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നത് എരിവ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ മുളകും ഉപ്പൊക്കെ നന്നായിട്ട് കയ്പയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് കുഴച്ചെടുക്കാം. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത് പൊരിച്ചെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ ഉപ്പ് കുഴച്ച് വെച്ചതായത് കാരണം പെട്ടെന്ന് വെള്ളം ഇറങ്ങി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പ് മാത്രം കുഴച്ചെടുക്കുക. ഇനി പാവക്ക ഫ്രൈ ചെയ്ത് തുടങ്ങാം. അതിനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പാവക്ക ഉപ്പൊക്കെ തേച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പാനിൻ്റെ എല്ലാ ഭാഗത്തും പരത്തി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ അരിഞ്ഞു വെച്ച പാവക്ക ഒരുപാടുണ്ടെങ്കിൽ പകുതിയായിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. പിന്നെ ഇത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ പാവക്ക നല്ല ബ്രൗൺ കളറായിട്ട് വരണം, നല്ല ഫ്രൈ ആയിട്ട് ബ്രൗൺ കളറായി വരണം. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി കൊടുത്തിട്ട് പരത്തിയിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നോൺ സ്റ്റിക്ക് പാനിന് പകരം നമുക്ക് ചീനച്ചട്ടിയിൽ നാടൻ അടുപ്പിലും ഫ്രൈ ചെയ്തെടുക്കാം. അത് കുറച്ചും കൂടി ടേസ്റ്റിയാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചീനച്ചട്ടിയിൽ കുറച്ചായിട്ടേ ഇട്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ പരത്തി വെച്ചിട്ട് വേവിച്ചെടുക്കണം. അത് നല്ല ടേസ്റ്റിയാണ് ചീനച്ചട്ടിയിലൊക്കെ ഈ ഒരു പാവക്ക വേവിച്ചെടുക്കുന്ന സമയത്ത്. പാവക്ക ഏകദേശം കളറ് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഓയിലൊക്കെ കുറവാണെങ്കിൽ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. പക്ഷെ ഒരുപാട് മുങ്ങി നിന്ന് വേവേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുപാട് അധികം ഓയിലൊന്നും വേണ്ട. അപ്പോൾ പാവക്ക ഒരുവിധം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പച്ചമുളകും ഉപ്പും മാത്രം കുഴച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു ഭംഗിക്കും കുറച്ചും കൂടെ ടേസ്റ്റിനും വേണ്ടി ഇട്ടുമെന്ന് മാത്രം, നിർബന്ധമൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ്, എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനും. ഉണ്ടാക്കി നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക.
ഇനിയും നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ.